പ്രിയമുള്ളവരെ, ഞാൻ ഈ തിരുവണ്ണാമല എത്തിയത് എന്തോ ഒരു മഹാത്ഭുതമാണ്. കാരണം ആധുനിക ഋഷിയാകുന്ന രമണ മഹർഷി സമാധി സ്ഥലം, അതുപോലെ തന്നെ ഈ അണ്ണാമല, ഇത് ശിവനാണെന്നാണ് രമണ മഹർഷി പറയുന്നത്. ശിവൻ ഈ മലയായിട്ടാണ് കാണുന്നത്. കാശിയിൽ പോകാൻ പറ്റാത്തവർക്ക് തിരുവണ്ണാമല വന്ന് ഗിരിപ്രദക്ഷിണം ചെയ്താൽ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തി നേടുമെന്നാണ്. ആ ലക്ഷക്കണക്കിന് ആൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴും സദാസമയം ഈ ഗിരിവലം പാതയിൽ ആൾക്കാരാണ്. ആളൊഴിഞ്ഞ സമയമേ ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ മഹാ അത്ഭുതം. ഈ മല എന്ന് പറയുന്നത് എന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വൈബ്രേഷനാണ്. കാരണം ഓരോ സ്ഥലത്തെത്തും ഓരോ വ്യൂ ആണ്. എനിക്ക് അത്ഭുതമാണ്. എനിക്കിന്നും ഈ മലയെ വ്യക്തമായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. ഓരോ ഭാഗത്തെത്തുമ്പോഴും ഓരോ അത്ഭുതങ്ങളാണ്. മലയുടെ രൂപം മാറും. നമ്മൾ എന്തൊക്കെയോ മിസ്റ്ററിയാണ്. ചില സമയം ഈ മലയാണോ നമ്മൾ കണ്ടതെന്നൊക്കെ തോന്നിപ്പോവും. മഹാ അത്ഭുതങ്ങളാണ്. രാവിലെയുള്ള ഇതായിരിക്കില്ല, വൈകുന്നേരം. അങ്ങനെ ധാരാളം അത്ഭുതങ്ങൾ ഇവിടെ, നിഗൂഢതകൾ. അതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് ആൾക്കാർ ഇവിടെ ഇതിൻ്റെ ചുറ്റുപാടും ഇൻ്റർനാഷണൽ, അതായത് നമ്മുടെ ദേശത്ത്, ഇന്ത്യയിൽ നിന്ന് പുറത്തുനിന്ന് വെളിയിൽ നിന്ന് പോലും ധാരാളം ആൾക്കാർ ഇവിടെ, ഫോറിനേഴ്സൊക്കെ വന്ന് താമസിക്കുന്നുണ്ട്. സ്ഥലമൊക്കെ വാങ്ങി ഇവിടെ ഒരു സ്ക്വയർ ഫീറ്റിന് ഇതിൻ്റെ അടുത്തൊക്കെ 4000-5000 രൂപയാണ് ഒരു സ്ക്വയർ ഫീറ്റ് ഭൂമിക്ക്. ഈ പ്രദേശത്തൊക്കെ അത്രയും വില വർദ്ധിച്ചു കഴിഞ്ഞു ഭൂമിക്കൊക്കെ. ഒരു 10-20 വർഷം മുമ്പേ 500 രൂപയായിരുന്നു ഒരു 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 സെൻറ്റിനൊക്കെ. ഇന്നത് 10 ലക്ഷം, 15 ലക്ഷമൊക്കെയാണ്, 20 ലക്ഷം. അത്രയും ഈ വില. ഇതിൻ്റെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞു. ഇവിടെയുള്ള വൈബ്രേഷൻ, ഇവിടെയുള്ള സമാധാനം, സ്വസ്ഥത, സ്വാതന്ത്ര്യം. ഇവിടെ ആരും ഒന്നും നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ല. എല്ലാം ഗ്രാമീണരാണ്. അങ്ങനെ ഒരു ശാന്തമായ സ്ഥലമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു ചേരാൻ, ഇവിടെ വന്നപ്പോൾ ഇവിടെ നിന്ന് വിട്ടുപോകാനും തോന്നുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഈ മലയൊന്ന്, ഈ തിരുവണ്ണാമല എത്തുവാനും ഇവിടെ ഗിരിവലം വയ്ക്കുവാനും കഴിയുമാറാകട്ടെ. രമണ മഹർഷിയുടെ സമാധിയുണ്ട് അവിടെ. അതുപോലെ തന്നെ യോഗി രാം സൂരജ് കുമാറിൻ്റെ സമാധിയുണ്ട്. അങ്ങനെ ധാരാളം സമാധികൾ ഇവിടെ കിടക്കുന്നുണ്ട്. അങ്ങനെ മൂക്കുപൊടി സിദ്ധരുണ്ട്. അങ്ങനെ മൗനികളായ കുറേ ഷിർഡി സായി ബാബയുടെ മന്ദിരങ്ങളുണ്ട് ഈ ഗിരിവലം പാതയിൽ. അത് മാത്രമല്ല, കുറേ ലിംഗങ്ങളുണ്ട്. ഇതൊക്കെ ഇന്നും ആൾക്കാർ അവിടെ പോയി ദർശനം, എന്തൊക്കെ നമുക്കറിയില്ല. ധാരാളം കാര്യങ്ങൾ അതിലൂടെ അവരെ ബാധ ഒഴിഞ്ഞു പോവാണ്, ഭാരം ഒഴിഞ്ഞു പോവാണ്. അങ്ങനെ പുതിയൊരു മാനം. ഇതിനിടെ എൻ്റെ ഒരു സുഹൃത്ത് ബാംഗ്ലൂരിൽ നിന്ന് വന്നിരുന്നു. അത് അവിടെ നിന്ന് വളരെയധികം ടെൻഷനായിട്ട് വന്നതാണ്. ഇവിടുന്ന് ഇതൊക്കെ ഗിരിവലമൊക്കെ വെച്ച് പോകുമ്പോഴേനും പറഞ്ഞു, സാറേ, എന്തെന്നില്ലാത്തൊരു ഭാരം ഒഴിഞ്ഞ പോലെ എന്തോ ഒരു സമാധാനം, ഒരു ശാന്തി. ഇത്രമാത്രം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. അതാണ് ഓരോ മനുഷ്യനും. അങ്ങനെയാണ് ഇവിടെ എത്രയും ലക്ഷക്കണക്കിന് ആന്ധ്രാപ്രദേശിൽ നിന്നും പല സ്ഥലത്തുനിന്നും ആൾക്കാർ വന്നിങ്ങനെ തുടരുന്നത്. ഇതൊരു വലിയൊരു മഹത്തരമായ കാഴ്ചയാണ്, കണ്ണിന് വിരുന്നാണ്. പൗർണമിക്ക് പറയുകയും വേണ്ട, എത്രയോ ലക്ഷം ആൾക്കാരാണ് ഇവിടെ വന്നിങ്ങനെ ചുറ്റിപ്പോകുന്നത്. അതുകൊണ്ട് കേരളത്തിലുള്ള നമ്മളെ മലയാളി സുഹൃത്തുക്കൾക്കും കുടുംബങ്ങൾക്കും കുടുംബസമേതം വരണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതെല്ലാം ഒന്ന് കാണട്ടെ. ഒരു തീർത്ഥാടനം. ആ തീർത്ഥാടനത്തിലൂടെ നമ്മളെല്ലാ മാലിന്യങ്ങളും കഴുകിപ്പോവും. അതാണ് ഇതിൻ്റെ ഒരു വലിയ യാത്രയാണല്ലോ. ഒഴുകുന്ന നദിയിൽ അഴുക്കില്ലെന്നല്ലേ. അതുപോലെ നിങ്ങൾക്കെല്ലാവർക്കും ഈ അണ്ണാമല നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.